ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ യാദൃശ്ചികത എന്നൊന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ അനുഭവങ്ങളും ഒരു അർത്ഥവുമില്ലാത്ത യാദൃശ്ചികതകൾ അല്ല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളും വേദനകളും ദുഃഖങ്ങളും വിജയങ്ങളും പരാജയങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാമൊക്കെ കണ്ടുമുട്ടുന്ന ആളുകളും നമുക്കൊക്കെ ലഭിക്കുന്ന നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ അവസരങ്ങളും എല്ലാം നമ്മുടെ ജീവിത യാത്രയിലെ പരസ്പര പൂരകങ്ങളായ ചിത്രങ്ങളുടെ വിവിധ ഭാഗങ്ങൾ മാത്രമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജനനവും യാദൃശ്ചികതയല്ല. നമ്മുടെയൊക്കെ ജനനവും ഈ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും ഓരോ കർമ്മങ്ങളും മരണത്തിന് ശേഷമുള്ള നമ്മുടെ സോളിൻ്റെ അവസ്ഥകളുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു പുസ്തകത്തിലെ ഓരോ അധ്യായവും പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും അടുത്ത ജീവിതാനുഭവത്തിനുള്ള തയ്യാറെടുപ്പുകളാണ്. എന്തുകൊണ്ട് എന്ന് നമുക്ക് പലപ്പോഴും ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത പല ജീവിതാനുഭവങ്ങളും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെയൊക്കെ വളർച്ചയ്ക്കും പക്വതയ്ക്കും വിജയത്തിനുമൊക്കെ വഴിയൊരുക്കിയ സംഭവങ്ങളാണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. പക്ഷേ ചിലപ്പോഴെങ്കിലും അവയ്ക്ക് നാം വലിയ വില നൽകേണ്ടിയും വന്നിട്ടുണ്ടായിരിക്കും. പ്രകൃതി ഒരിക്കലും തെറ്റുകൾ വരുത്തുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാനിരിക്കുന്നവയുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മഹത്തായ പദ്ധതിയുടെ ഭാഗങ്ങളാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നതും യാദൃശ്ചികമല്ല, അതും നിങ്ങളുടെ ജീവിതാനുഭവങ്ങളുടെ ഭാഗമാണ്. ഓരോ അനുഭവങ്ങളും നിങ്ങളെ ശക്തരാക്കുവാനും ജ്ഞാനിയാക്കുവാനും നിങ്ങളുടെ മഹത്തായ ജീവിത ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതിനുമുള്ള മഹത്തായ പദ്ധതിയുടെ ഭാഗങ്ങളാണ്. ഒരു വ്യക്തി തികച്ചും യാദൃശ്ചികമെന്ന് കരുതിയ എൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അദ്ദേഹത്തെ രൂപപ്പെടുത്തിയ അനുഭവം നമുക്കൊന്ന് നോക്കാം. 70 വയസ്സിനടുത്ത് പ്രായമുണ്ടായിരുന്ന അദ്ദേഹം പാലായ്ക്കടുത്ത് ചക്കാമ്പുഴ നിവാസിയായിരുന്നു. തൻ്റെ പ്രിയതമയുടെ വേർപാടിൽ വിഷമിച്ചിരുന്ന സമയത്താണ് എൻ്റെ ഒരു മൈൻഡ് മാസ്റ്ററി ട്രെയിനിങ് പ്രോഗ്രാം കോട്ടയത്ത് നടക്കുന്നുണ്ട് എന്ന വിവരം അദ്ദേഹം അറിയുന്നത്. അദ്ദേഹം ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. നമ്മുടെയൊക്കെ ഉള്ളിൽ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന ധാരാളം കഴിവുകളുണ്ട് എന്ന കാര്യം അദ്ദേഹം അന്ന് തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെയും ലൈഫിന് ഓരോ പർപ്പസ് ഉണ്ട്, മഹത്തായ ജീവിത ലക്ഷ്യമുണ്ട് എന്ന കാര്യവും അദ്ദേഹം തിരിച്ചറിഞ്ഞു. കൃഷിക്കാരനായിരുന്ന അദ്ദേഹത്തിന് ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ് തുടങ്ങിയവയെക്കുറിച്ചൊക്കെ അറിവുണ്ടായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം ഒരു വലിയ ഗോൾ സെറ്റ് ചെയ്തു. താൻ വിവിധ ഇനം വരിക്കപ്ലാവുകളുടെ ഒരു നഴ്സറി ആരംഭിക്കും എന്ന് അദ്ദേഹം തീരുമാനിച്ചു. വെറും ഒരു ചെറിയ ഗോളല്ല അദ്ദേഹം അവിടെ വെച്ച് സെറ്റ് ചെയ്തത്. ഏറ്റവും അധികം വെറൈറ്റി വരിക്കപ്ലാവുകളുള്ള നഴ്സറി ഉടമയായി തീർന്ന് അങ്ങനെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ തനിക്ക് ഇടം പിടിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇവയ്ക്കൊക്കെയായി വലിയ ഗോളുകൾ അദ്ദേഹം സെറ്റ് ചെയ്തു. അടുത്ത ദിവസം തന്നെ അദ്ദേഹം തൻ്റെ കർമ്മപഥത്തിലേക്ക് കടന്നു. കൃത്യമായ പ്ലാനിങ്ങോടെ എല്ലാം നടപ്പാക്കി. ഇന്ന് വേൾഡ് ഫേമസ് ആയ ഒരു വലിയ പ്ലാവുകളുടെ നഴ്സറി ഉടമയാണ് അദ്ദേഹം. മനസ്സിൽ മറ്റു ചിന്തകൾക്കൊന്നും സ്ഥാനമില്ല. എപ്പോഴും തിരക്കുള്ള ഏത് സമയത്തും നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നല്ല ഇനം പ്ലാവിൻ തൈകൾക്കായി ആളുകൾ അദ്ദേഹത്തെ തേടിയെത്തുന്നു. നിരവധി ജോലിക്കാർ അദ്ദേഹത്തിൻ്റെ ഈ നഴ്സറിയിൽ ജോലി ചെയ്ത് തങ്ങളുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നു. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. വിവിധ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. വിവിധ ഇനത്തിലുള്ള ഏറ്റവും കൂടുതൽ വരിക്കപ്ലാവുകളുടെ ഉടമ എന്ന ഏഷ്യൻ റെക്കോർഡും അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നു. നമുക്ക് ആ തോമസ് ചേട്ടനെ ഒന്ന് കാണാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ക്ലാസ് കൊണ്ട് നമുക്ക് എന്തും സാധിക്കും എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ശുഭാപ്തി വിശ്വാസവും മുന്നോട്ടുള്ള പോക്കിനും പ്രേരണയായി തീർന്നത് സാറിന്റെ ക്ലാസ് ആണെന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. അവരോടൊക്കെ ഞാൻ പറഞ്ഞു, ഈ ക്ലാസ്സിലൊന്ന് പങ്കെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇതൊരു മുതൽക്കൂട്ടാണ്. മലയാളികളുള്ള എല്ലാ രാജ്യത്തു നിന്നും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷകൻ മാസികയില്, മാതൃഭൂമി പത്രത്തില്, കർഷക സ്ത്രീയില് കഴിഞ്ഞ് മനോരമ ചാനലുകാർ വന്നു. ഇപ്പൊ ഏഷ്യാനെറ്റ്, കൈരളി, മംഗളം, മാതൃഭൂമി എല്ലാ ചാനലുകാരും. പക്ഷെ ഇതിനെല്ലാം എനിക്ക് പ്രേരണയായി തീർന്ന നല്ല ശുഭാപ്തി വിശ്വാസം തന്ന
ഒരു ക്ലാസ് ആണ് സാറിൻ്റേത്. അതെനിക്ക് വളരെ സന്തോഷം നൽകി. തോമസ് ചേട്ടനെ പോലെ നിരവധി പേരുണ്ട്. ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും യാദൃശ്ചികമല്ല. എല്ലാം നമ്മെക്കുറിച്ചുള്ള പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തന പദ്ധതിയുടെ ഭാഗങ്ങളാണ്. നമ്മിൽ പലർക്കും ഈ പ്രപഞ്ചത്തിലെ നമ്മെ നയിക്കുന്ന, നമ്മുടെ ജീവിതാനുഭവങ്ങളെ നിയന്ത്രിക്കുന്ന പല പ്രകൃതി നിയമങ്ങളെക്കുറിച്ചും അറിവില്ല. അവയെക്കുറിച്ചൊക്കെ നാം അറിഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഓരോ ജീവിതാനുഭവങ്ങളും വലിയ വിജയങ്ങളിലേക്ക് തിരിച്ചുവിടുവാൻ നമുക്കൊക്കെ സാധിക്കും. പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവയ്ക്കനുസൃതമായ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുവാൻ കഴിയുന്നവയാണ് ഞങ്ങൾ നടത്തുന്ന മൈൻഡ് മാസ്റ്ററി, ലോ ഓഫ് അട്രാക്ഷൻ തുടങ്ങിയ ട്രെയിനിങ് പ്രോഗ്രാമുകൾ. തോമസ് ചേട്ടനെ പോലെ നിരവധി പേർ ഈ ക്ലാസ്സുകളെക്കുറിച്ച് അറിഞ്ഞ് അവയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവയൊക്കെ യാദൃശ്ചികമാണെന്ന് അവരൊക്കെ ആദ്യം ചിന്തിച്ചിരുന്നുവെങ്കിലും അവയിലൂടെ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ വലിയ മാറ്റങ്ങൾ കണ്ടപ്പോൾ അവരും തിരിച്ചറിഞ്ഞു ഇതൊക്കെ തങ്ങളുടെ നന്മയ്ക്കായുള്ള പ്രപഞ്ച ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്ന്. നല്ല തിരിച്ചറിവുകൾ നേടാൻ, ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സഹായിക്കുന്ന ഞങ്ങളുടെ മൈൻഡ് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് നിങ്ങളെയൊക്കെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങളും ഐശ്വര്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും സന്തോഷവും എല്ലാം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.